ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിനമായ ജൂൺ 4 നടക്കുന്ന വിജയാഹ്ലാദ പ്രകടനങ്ങൾ അതിരുവിടരുതെന്നും ഇതുമായി ബന്ധപ്പെട്ട കർശന നിർദ്ദേശം രാഷ്ട്രീയ പാർട്ടികൾ താഴെത്തട്ടിലേക്ക് നൽകണമെന്നും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കലക്ടർ. ഇതുമായി ബന്ധപ്പെട്ട് കലക്ടറുടെ ചേംബറിൽ ചേർന്ന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാർത്തകൾ തുടരുന്നു. അധ്യാപകൻ വിദ്യാർത്ഥിനിയെ പീഡനത്തിനിരയാക്കിയെന്ന വിവാദ കേസിന് പരിസമാപ്തി. വിദ്യാർത്ഥിനിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്നാരോപിച്ച് അധ്യാപകനെതിരെ വ്യാജ മെഡിക്കൽ രേഖകൾ ചമച്ച വ്യക്തിക്ക് 5 വർഷം തടവ് ശിക്ഷ വിധിച്ച് പോക്സോ കോടതി. 6 വർഷം മുമ്പാണ് കോഴിക്കോട്ടെ ഒരു സ്വകാര്യ സ്കൂളിൽ കേസിനാസ്പദമായ സംഭവം നടന്നത്. 2019 ഒക്ടോബർ 20 അധ്യാപകനെതിരെയുള്ള കേസ് ജില്ലാ കോടതി തള്ളിയിരുന്നു. തുടർന്ന് പരാതി നൽകിയവർക്കെതിരെ കേസെടുക്കണമെന്ന് ഹൈക്കോടതി പോക്സോ കോടതിക്ക് നിർദ്ദേശം നൽകുകയുണ്ടായി. കേസിൽ ഉൾപ്പെട്ട പെൺകുട്ടിയുടെ രഹസ്യമൊഴി ഹൈക്കോടതി റെക്കോർഡ് ചെയ്തതിനെ തുടർന്നാണ് സത്യാവസ്ഥ ബോധ്യപ്പെട്ടത്. അധ്യാപകനോട് പ്രതികാരം ചെയ്യാൻ തെളിവുകൾ കെട്ടിച്ചമക്കുകയായിരുന്നുവെന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. ജൂൺ 3 രാവിലെ 9:30 എറണാകുളം എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. അന്നേ ദിവസം സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും പ്രാദേശികാടിസ്ഥാനത്തിൽ പ്രവേശനോത്സവം നടക്കും. മെയ് 25 സംസ്ഥാനത്തെ സ്കൂളുകൾ ശുചീകരണ ദിനം ആചരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത തൊഴിലാളി, മഹിളാ, യുവജന സംഘടനകളുടെ യോഗത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ എല്ലാ സംഘടനകളും